ഓരോ മൈതാനങ്ങളുടെയും ആകാശത്ത് ഫ്രഞ്ച് പടയുടെ വിജയത്തിന്റെ ആർപ്പുവിളികൾ മുഴങ്ങുമ്പോൾ ക്യാമറ കണ്ണുകൾ അധികവും തിരയുന്നത് അവരുടെ സൂപ്പർ താരങ്ങളെയാണ്. എംബാപ്പയും ഡെംബലയും ഒലീസയും തുടങ്ങി അങ്ങനെ പലരും ഹെഡ്ലൈനുകൾ കീഴടക്കുമ്പോൾ അവിടെ ആ ടച്ച് ലൈന് പുറത്ത് നിശബ്ദനായി നിൽക്കുന്നൊരു മനുഷ്യനുണ്ട്. ഗ്രൗണ്ടിൽ ഫ്രഞ്ച് പടയുടെ ഹൃദയമെടുപ്പ് നിയന്ത്രിക്കുന്ന വെള്ളമുടിക്കാരൻ ദിദിയർ ദശാംസ്. എതിരാളികളെ വിറപ്പിക്കുന്ന ഈ ഫ്രാൻസ് ടീമിനെ ദിദിയർ ദശാംസ് ഒറ്റ ദിവസം കൊണ്ട് കെട്ടിപ്പടുത്തതല്ല. അതിന് പിന്നിൽ ഒരു ദശാബ്ദം നീണ്ട പ്രയത്നമുണ്ട്. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പ്, അന്നൊരൊറ്റ മത്സരം പോലും ജയിക്കാനാകാതെ നാണം കെട്ട ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായ ഒരു ടീമുണ്ടായിരുന്നു. അതാണ് ഫ്രാൻസ്. തോൽവികളേക്കാൾ അവരെ തളർത്തിയത് താരങ്ങളുടെ അച്ചടക്കമില്ലായ്മയും പരസ്പരമുള്ള ഈഗോ ക്ലാഷുകളുമായിരുന്നു. ആരാധകർ പോലും മുഖം തിരിച്ച നാളുകളായിരുന്നു അത്. 2 വർഷങ്ങൾക്ക് ശേഷം നടന്ന യൂറോ കപ്പിലും കഥ മാറിയില്ല. നിരാശയോടെ തന്നെ അവർക്ക് മടങ്ങേണ്ടി വന്നു. അതിന് പിന്നാലെയാണ് 2012 ജൂലൈയിൽ ലോറൻ ബ്ലാങ്കിന് പകരക്കാരനായി ദശാംസ് ഫ്രാൻസിന്റെ പരിശീലകനായി ചുമതല ഏറ്റെടുക്കുന്നത്. സിനദിൻ സിദാൻ, തിയറി ഹെൻറി, പാട്രിക് വിയേര, ലിലിയൻ തുറാം തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ ക്യാപ്റ്റനായി കളിച്ച 1998 ഫ്രാൻസിന് ആദ്യമായി ലോകകിരീടം സമ്മാനിച്ച നായകൻ അതേ ടീമിന്റെ പരിശീലകനായിരുന്നു. അന്ന് ഫ്രഞ്ച് ജേഴ്സി ധരിച്ച് തനിക്ക് മുന്നിലിരുന്ന താരങ്ങളുടെ തലക്കനവും ഈഗോയും അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. ദശാംസ് ആദ്യം ചെയ്തത് ആ പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു. രാഗി മിനിക്കിയ തന്ത്രങ്ങളിലൂടെയും കർക്കശമായ അച്ചടക്കങ്ങളിലൂടെയും അയാൾ ടീമിന്റെ DNA മാറ്റി എഴുതി. 2016 യൂറോ കപ്പ്, 4 വർഷം മുമ്പ് 2012 ക്വാർട്ടറിൽ കാലിടറിയ ഫ്രഞ്ച് പട ഇത്തവണ ഫൈനലിലേക്ക് കുതിച്ചു. അന്ന് ഫൈനലിൽ ഫ്രാൻസ് പോർച്ചുഗലിനോട് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത്, അല്ല ഇപ്പോഴും കാണുന്നത്, ദശാംസ് എന്ന പരിശീലകന് കീഴിലുള്ള ഫ്രഞ്ച് പടയുടെ അശ്വമേധമാണ്. 2018 റഷ്യയിൽ നടന്ന ലോകകപ്പിൽ ഫ്രാൻസിനെ കിരീടത്തിലേക്ക് എത്തിച്ചു. അതോടെ മരിയോ സാഗലോയ്ക്കും ബെക്കൻബോറിനും ശേഷം താരമായും പരിശീലകനായും ലോകകപ്പ് സ്വന്തമാക്കുന്ന 3ാമത്തെ മാത്രം വ്യക്തി എന്ന നേട്ടവും ദശാംസ് സ്വന്തമാക്കി. 2021 നേഷൻസ് ലീഗ് കിരീടം, 2022 ഖത്തർ ലോകകപ്പിലെ 2ാം സ്ഥാനം. ഏറ്റവും ഒടുവിലാണ് ഈ ലോകകപ്പിലെയും അപരാജിത കുതിപ്പ്. ബോസ്റ്റണിൽ മൊറോക്കോയെ കീഴടക്കി ദശാംസിന്റെ ഫ്രാൻസ് ലോകകപ്പിന്റെ സെമിയിലെത്തിയിരിക്കുകയാണ്. ഇനി വെറും 2 മത്സരങ്ങൾ, അല്ലെങ്കിൽ 1. അവിടെ ഈ ലോകകപ്പിൽ ഫ്രാൻസിന്റെ യാത്ര അവസാനിക്കും. ഒപ്പം പരിശീലകന്റെ റോളിലുള്ള ദശാംസിന്റെയും. ഒരു കാലത്ത് ലോകത്തിന് മുന്നിൽ നാണം കെട്ട് തലകുനിച്ച് നിന്നൊരു കൂട്ടരെ ഇന്ന് തലയുയർത്തി നിൽക്കുന്നവരാക്കി മാറ്റിയ തന്ത്രശാലിയായ പരിശീലകനാണ്. അങ്ങനെ ഒരാൾ തൻ്റെ റോൾ അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ അയാളുടെ പിള്ളേർ ആ മാസ്റ്റർ ബ്രെയിന് നൽകുന്ന യാത്രയപ്പ് ഈ ലോകകപ്പ് വീണ്ടും ഫ്രാൻസിന്റെ മണ്ണിലേക്ക് എത്തിച്ചുകൊണ്ടുള്ളതായിരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.